ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ബിരിയാണിയാണ് ഗൈസ്. അതിന് ചിക്കൻ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇഞ്ചി, പച്ചമുളക്, പുതിനയില, മല്ലിയില, ഉപ്പ്, നാരങ്ങനീര് എന്നിവ വെച്ച് നല്ല ഉണക്ക് അടിച്ച് പേസ്റ്റ് ആക്കിയിട്ട് ഈ ചിക്കനിൽ നല്ല ഉണക്ക് പുരട്ടി ഒരു 10 മിനിറ്റ് മാഗ്നേറ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് വേറൊരു കടായി അടുപ്പത്തിലോട്ട് വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് സവാള വഴറ്റാൻ വെക്കുക. സവാള ഉപ്പ് ഇട്ടിട്ട് വഴറ്റുക, നല്ല ഉണക്ക് വഴറ്റുക. പിന്നെ കറിവേപ്പില ഇടുക. നല്ല ഉണക്ക് വഴറ്റിയിരിക്കുക. വിറകടുപ്പിലായതുകൊണ്ട് തന്നെ അടി പിടിക്കുന്നത് കൊണ്ട് എല്ലാവരും മാറി തിരിഞ്ഞും മിക്സ് ചെയ്ത് ഇളക്കുന്നുണ്ട്. അടി പിടിക്കാതെ ഇളക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ തക്കാളി പേസ്റ്റ് അത് എല്ലാം ഒന്ന് വഴണ്ട ശേഷം തക്കാളി പേസ്റ്റ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുരുമുളക് പൊടിയും മഞ്ഞപ്പൊടിയും മസാലപ്പൊടിയും ഈ സംഭവത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലത് ഉണക്ക് ഇളക്കുന്നുണ്ട്. നമ്മൾ ഒന്ന് കൈ മാറ്റി കഴിഞ്ഞാൽ അടി പിടിക്കും. വിറകടുപ്പായതുകൊണ്ട് പെട്ടെന്ന് നല്ല ഹൈ ഫ്ലെയിമിൽ തീ കനൽ കിടക്കുന്നുണ്ട്, പെട്ടെന്ന് പിടിക്കും. അതുകൊണ്ട് നല്ലത് ഉണക്ക് നമുക്ക് ഇളക്കി കൊടുക്കണം. പിന്നെ നല്ല ഉണക്ക് ഇളക്കി അതിൻ്റെ മസാലയുടെയൊക്കെ പച്ചമുളക് മാറുമ്പോഴത്തേന് നമുക്കതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്യണം. മുളക് പൊടിയും കൂടി നല്ല ഉണക്ക് മിക്സ് ചെയ്ത് അതിൻ്റെ ഒരു പച്ചമുളക് മാറുമ്പോഴത്തേന് നമ്മൾ അടുത്ത് ചെയ്യുന്ന കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ എടുക്കുന്ന ഐറ്റംസിൻ്റെ അതേ പാകത്തിന് വേണം പൊടികൾ ഇടാൻ. അങ്ങനെ മല്ലിപ്പൊടി കൂടി നല്ലത് ഉണക്ക് മിക്സ് ചെയ്ത് എന്നുവെച്ചാൽ കൈ മാറ്റിക്കഴിഞ്ഞാൽ അടിപ്പിടിക്കും. മാതിരി തീയാണ് നല്ല ഉണക്ക് കത്തിക്കൊണ്ടിരിക്കുക. അത് നല്ല ഉണക്ക് ഇത് വഴന്നതിന് ശേഷം പിന്നെ നമ്മൾ നേരത്തെ മിക്സ് വെച്ചിരുന്ന ചിക്കൻ്റെ ഐറ്റംസുകൾ ഇതിൽ തട്ടുക. എന്നിട്ട് ഇത് നല്ലത് ഉണക്ക് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യുന്ന ആശൻ്റെ കൈ ഇപ്പോൾ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ തിരക്കണം ഗൈസ്. എന്ന് വെച്ചാൽ മാതിരി കൈ കഴപ്പാണ് ഗൈസ്. അങ്ങനെ പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് അടച്ച് വെച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് നോക്കുമ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ സെറ്റായിട്ടുണ്ട് ഗൈസ്. നല്ല ഉണക്ക് സെറ്റായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് മസാലപ്പൊടി കൂടി ചേർത്ത് പിന്നെ ഒന്ന് മിക്സ് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മല്ലിയില തൂക്കി കൊടുക്കുക. എന്നിട്ട് അടച്ച് മാറ്റി വെക്കുക. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിരിയാണിയുടെ പരിപാടിയാണ്. ബിരിയാണിയുടെ പരിപാടിയിൽ വേറൊരു പാത്രം അടുപ്പിലോട്ട് വെച്ചിട്ട് എന്നിട്ട് പിന്നെ കുറച്ച് നെയ്യ് അതിലോട്ട് തട്ടിയിട്ടിടുക. നെയ്യ് കട്ടിയതിന് ശേഷം ചൂടായപ്പോഴത്തേന് നല്ല ഉണക്ക് ഉരുകിയത് വീണിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ മസാല കൂട്ടുകൾ ഇതിൽ തട്ടിയിടുക. തക്കോലം, കറുവപ്പട്ട ഐറ്റംസ് നിങ്ങൾക്ക് അറിയാലോ, ഐറ്റംസ് എല്ലാം ഇതിൽ തട്ടിയിട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. കുറച്ച് സവാളയെ കൂടെ ഒരു പിടി സവാളയെ കൂടെ അതിൻ്റെ കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കുക. ഇതൊന്ന് വഴണ്ട വന്നതിന് ശേഷം പച്ചമുളകും പച്ചവെള്ളവും ഉപ്പും ഒക്കെ ഇടുക. പിന്നെ നമ്മുടെ ഗ്രീൻ പീസും ക്യാരറ്റും ഒക്കെ പീസ് ചെയ്തതുകൂടെ ഇട്ടിട്ട് അത് തിളയ്ക്കാൻ മാറ്റി വെക്കുക. പിന്നെ നമ്മുടെ അരി കഴുകൽ പരിപാടിയാണ്. നിങ്ങൾ ഏത് അരിയാണ് ചൂസ് ചെയ്യുക ആ അരിക്ക് നല്ല ഉണക്ക് കഴുകി വൃത്തിയായതിന് ശേഷം ഈ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് ഇട്ട് കൊടുക്കുക. നല്ലത് ഉണക്ക് ഇളക്കിയതിന് ശേഷം ഒരു 10-15 മിനിറ്റത്തോളം ആകുമ്പോഴത്തേക്കും നമുക്ക് ചോറ് സെറ്റാവും. അങ്ങനെ പിന്നെ ചോറും കറിയൂടെ ലെയറായിട്ട് മുകളിൽ മുന്തിരി, അണ്ടിപ്പരിപ്പ് അങ്ങനെ ഐറ്റംസ് കൂടെ ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് ദം ചെയ്തു. നമ്മുടെ ദം ഇവിടെ പൊട്ടിച്ചിരിക്കുന്നു. നമ്മുടെ ബിരിയാണി സെറ്റായിട്ട് പിന്നെന്താ പാത്രത്തിലോട്ട് തട്ടുക, കഴിക്കുക. പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഗൈസ്.